ചക്രപാണി ക്ലാസ്സസ് 2.0 ഏവർക്കും സ്വാഗതം. നമ്മൾ നേരിട്ട് കണ്ടിട്ട് കുറച്ച് ദിവസം ആയിരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ നിരന്തരമായൊരു അഭ്യർത്ഥന മാനിച്ചാണ് ഇന്ന് ഈ ക്ലാസ് നമ്മൾ കൈകാര്യം ചെയ്യുക. ഒരു കറണ്ട് അഫെയറിന്റെ സെഷനാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. നമ്മുടെ ചാനലിൽ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് പൊതുവെ ഒരു വ്യൂസ് കുറവാണ്. അപ്പോൾ ഈ വ്യൂസ് കുറയുന്നതിനനുസരിച്ച് ഞങ്ങൾക്ക് ക്ലാസ് എടുക്കാനുള്ള ഒരു പ്രചോദനം കൂടി ഇല്ലാതെ ആകുന്ന ഒരു അവസ്ഥയിലാണ് കടന്നു പോകുന്നത്. അപ്പോൾ ഇന്ന് എന്തായാലും നമ്മളൊരു കറണ്ട് അഫെയറിന്റെ ക്ലാസ് ആണ് നോക്കുക. ഇതിന്റെ നിങ്ങളുടെ അഭിപ്രായങ്ങളും ക്ലാസ്സിനെ പറ്റിയുള്ള കമന്റുകളും രേഖപ്പെടുത്തുക. അപ്പോൾ ആദ്യമായിട്ട് കേന്ദ്ര സർക്കാർ പുതുതായിട്ട് നടപ്പിലാക്കി അല്ലെങ്കിൽ കൊണ്ടുവന്ന ചില അപ്പോയിന്റ്മെന്റുകളിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. അതിൽ PSC ഇനി ഷുവറായിട്ട് ചോദിക്കും എന്നുള്ള ഒരു ചോദ്യമാണ്, ആരാണ് പുതിയ നിയമ സെക്രട്ടറി? കേന്ദ്രം നിയമിച്ച പുതിയ നിയമ സെക്രട്ടറി ആരാണ്? അത് അഞ്ജു രതി റാണയാണ്. അഞ്ജു രതി റാണ. എന്താണ് ഈ നിയമ സെക്രട്ടറിയെ കുറിച്ച് നാം പഠിക്കാനുള്ള പ്രധാനമായ കാരണം? ഇന്ത്യയിൽ നിയമ സെക്രട്ടറി ആകുന്ന ആദ്യ വനിതയാണ് അഞ്ജു രതി റാണ. അപ്പോൾ ഇന്ത്യയിൽ നിയമ സെക്രട്ടറി ആകുന്ന ആദ്യ വനിത ചോദിച്ചു കഴിഞ്ഞാൽ അത് അഞ്ജു രതി റാണയാണ്. അങ്ങനെയാണെങ്കിൽ കേന്ദ്രത്തിൽ ആരാണ് നിലവിലെ നിയമമന്ത്രി? നിലവിൽ കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ ആണ്. അർജുൻ റാം മേഘ്വാൾ. ഇദ്ദേഹത്തെ പറ്റി നമ്മൾ കഴിഞ്ഞ തവണയും കണ്ടിട്ടുണ്ട്. അർജുൻ റാം മേഘ്വാൾ ആണ് നിയമമന്ത്രി. ക്യാബിനറ്റ് റാങ്ക് ആണോ? അല്ല, ഇദ്ദേഹം സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിയാണ്. അപ്പോൾ അർജുൻ റാം മേഘ്വാൾ സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിയാണെന്ന് മനസ്സിലാക്കുക. കൈകാര്യം ചെയ്യുന്ന വകുപ്പ് നിയമ വകുപ്പാണ്. ഇദ്ദേഹത്തിനെ കുറിച്ച് നമ്മൾ ഓർക്കുന്നത് എന്താണ്? 106 ഭരണഘടനാ ഭേദഗതി നമുക്കറിയാം. 106 ഭരണഘടനാ ഭേദഗതി നാരി ശക്തി വന്ദൻ അധിനിയം. ഈ ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ച മന്ത്രി ചോദിച്ചാലും അർജുൻ റാം മേഘ്വാൾ ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ആ വക കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഇതുമായിട്ട് ബന്ധപ്പെടുത്തി നിയമ മന്ത്രാലയവുമായി ചേർത്ത് പറഞ്ഞു എന്ന് മാത്രം. അപ്പൊ നിയമ സെക്രട്ടറിയാണ് അഞ്ജു രതി റാണ. അഞ്ജു രതി റാണ. എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യ വനിതാ നിയമ സെക്രട്ടറിയാണ് ഇന്ത്യയിൽ എത്തുന്നതെന്ന് കൂടി മനസ്സിലാക്കുക. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് മറ്റ് ചില പ്രധാന അപ്പോയിന്റ്മെന്റിലൂടെ നോക്കിയാലോ? കഴിഞ്ഞൊരു ദിവസം നമ്മൾ കണ്ടതാണ്, പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി പുതിയൊരാളെ നിയമിച്ചു. ആരാണ് അദ്ദേഹം? ശക്തികാന്ത ദാസ്. ശക്തികാന്ത ദാസ്. അദ്ദേഹം RBIയുടെ മുൻ ഗവർണർ ആണെന്ന് കൂടി നമുക്കറിയാം. 25ാമത്തെ RBIയുടെ ഗവർണറായിരുന്നു ശക്തികാന്ത ദാസ്. അദ്ദേഹത്തെ പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി നിയമിച്ചു. അപ്പൊ നിലവിൽ എത്ര പേരുണ്ട് പ്രധാനമന്ത്രിക്ക് പ്രിൻസിപ്പൽ സെക്രട്ടറിമാരായിട്ട്? 2 പേരാണ് നിലവിൽ പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിമാർ. ആരൊക്കെയാണ്? ഒന്ന് PK മിശ്ര. ഒന്നാമത്തെ ആള് PK മിശ്ര. രണ്ടാമത്തെ ആള് ശക്തികാന്ത ദാസ്. ശക്തികാന്ത ദാസ്. ഈ ശക്തികാന്ത ദാസിലേക്ക് നമുക്ക് പിന്നീട് തിരിച്ചു വരാം. നിലവിലെ പ്രധാനമന്ത്രി നിങ്ങൾക്കറിയാം, ശ്രീ നരേന്ദ്രമോദിയാണ് നിലവിലെ പ്രധാനമന്ത്രി. ആണവോർജം, ബഹിരാകാശം തുടങ്ങിയ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നതും അദ്ദേഹമാണെന്ന് നമ്മൾ എടുത്ത് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ മറ്റു ചില സെക്രട്ടറിമാരെ കൂടി നമുക്ക് നോക്കിയാലോ? ക്യാബിനറ്റ് സെക്രട്ടറി. നമുക്കറിയാം, ഇന്ത്യയുടെ അഡ്മിനിസ്ട്രേഷനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇന്ത്യയുടെ ബ്യൂറോക്രാറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഉന്നതമായ ഉദ്യോഗസ്ഥൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് ക്യാബിനറ്റ് സെക്രട്ടറിയാണ്. നിലവിലെ ക്യാബിനറ്റ് സെക്രട്ടറി ചോദിച്ചു കഴിഞ്ഞാൽ അത് TV സോമനാഥ് ആണ്. TV സോമനാഥ്. ഇന്ത്യയിലെ നിലവിലെ ക്യാബിനറ്റ് സെക്രട്ടറി. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഒന്നാമത്തെ ഉദ്യോഗസ്ഥൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് TV സോമനാഥ് ആണ്. അതേസമയം സംസ്ഥാനത്തേക്ക് വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് ചീഫ് സെക്രട്ടറി ആണ്. നിലവിൽ കേരളത്തിന്റെ ചീഫ് സെക്രട്ടറി ചോദിച്ചാൽ അത് ശാരദ മുരളീധരനാണ്. ശാരദ മുരളീധരൻ. കേരളത്തിൽ ശാരദ മുരളീധരൻ. ഇന്ത്യയിൽ നോക്കിക്കഴിഞ്ഞാൽ അത് TV സോമനാഥ്. ഇനി അടുത്ത പോയിന്റ്, ആരാണ് വിദേശകാര്യ സെക്രട്ടറി? എന്താണ് വിദേശകാര്യ സെക്രട്ടറിക്ക് ഇത്ര പ്രാധാന്യം? അദ്ദേഹത്തിന്റെ പേര് ഇടയ്ക്കിടയ്ക്ക് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അത് പഠിക്കാൻ ബാധ്യസ്ഥരാണ്. വിക്രം മിശ്രി. വിക്രം മിശ്രി. നിലവിലെ വിദേശകാര്യ സെക്രട്ടറി നോക്കിക്കഴിഞ്ഞാൽ അത് വിക്രം മിശ്രിയാണ്. വിക്രം മിശ്രി. അതോടൊപ്പം നമുക്കറിയാം
നിലവിലെ വിദേശകാര്യ വകുപ്പ് മന്ത്രി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സുബ്രഹ്മണ്യം ജയ്ശങ്കർ ആണ്. എസ് ജയ്ശങ്കർ. സുബ്രഹ്മണ്യം ജയ്ശങ്കർ ആണ് നിലവിലെ വിദേശകാര്യ മന്ത്രി. അദ്ദേഹത്തെ കുറിച്ചുള്ള ചോദ്യവും പലതവണ PSC ചോദിച്ചിട്ടുള്ളതാണെന്ന് കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. അപ്പോൾ വിദേശകാര്യ മന്ത്രിയാണ് എസ് ജയ്ശങ്കർ. അങ്ങനെയാണെങ്കിൽ ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്നത് അമിത്ഷാ ആണ്. അതേസമയം പ്രതിരോധം കൈകാര്യം ചെയ്യുന്നത് രാജ്നാഥ് സിംഗ് ആണ്. പ്രതിരോധം രാജ്നാഥ് സിംഗ്, ആഭ്യന്തരവും സഹകരണവും ചോദിച്ചു കഴിഞ്ഞാൽ അമിത്ഷാ ആണ്. ആഭ്യന്തരവും സഹകരണവും ചോദിച്ചു കഴിഞ്ഞാൽ അത് അമിത്ഷാ ആണ്. ഇനി എത്രാമത്തെ ലോക്സഭയാണ് നിലവിലുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 18ാമത്തെ ലോക്സഭയാണ്. 18ാം ലോക്സഭ. ലോക്സഭയെ പറയുന്ന മറ്റൊരു പേരാണ് ഹൗസ് ഓഫ് ദി പീപ്പിൾ. ഹൗസ് ഓഫ് ദി പീപ്പിൾ എന്നറിയപ്പെടുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ അത് ലോക്സഭയാണ്. 18ാമത്തെ ലോക്സഭയാണ് നിലവിൽ ഉള്ളത്. എന്നാൽ ഇത് എത്രാമത്തെ രാജ്യസഭയാണ്? രാജ്യസഭ ഒരു സ്ഥിരം ബോഡിയാണ്. അതുകൊണ്ട് നമുക്ക് എണ്ണം ഒന്നും പറയണ്ട. രൂപീകരിച്ചത് മുതൽ നമുക്ക് ഒറ്റ രാജ്യസഭയുള്ളൂ, അതിനെ പിരിച്ചു വിടുന്നില്ല. എന്നാൽ അംഗങ്ങൾക്ക് അവിടെ കാലാവധി ഉണ്ട്. ഒരു അംഗത്തിന്റെ കാലാവധി എന്ന് പറയുന്നത് 6 വർഷമാണ്. ഒരു അംഗത്തിന്റെ കാലാവധി 6 വർഷം. അതേസമയം രാജ്യസഭയുടെ ചെയർമാൻ ആണ് നമ്മുടെ ഉപരാഷ്ട്രപതി. അദ്ദേഹത്തിന്റെ കാലാവധി ചോദിച്ചാലോ അത് 5 വർഷമാണ്. രാജ്യസഭ അധ്യക്ഷന്റെ കാലാവധി 5 വർഷമാണെന്ന് കൂടി ഓർത്ത് വയ്ക്കുക. നിലവിലെ രാജ്യസഭയുടെ അധ്യക്ഷൻ ജഗദീപ് ധൻഖർ ആണ്. ജഗദീപ് ധൻഖർ. അപ്പോൾ ജഗദീപ് ധൻഖർ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി ആകുന്നതിന് മുമ്പ് അദ്ദേഹം വഹിച്ചിരുന്ന പദവി ചോദിച്ചു കഴിഞ്ഞാൽ വെസ്റ്റ് ബംഗാളിലെ, പശ്ചിമ ബംഗാളിലെ ഗവർണർ ആയിരുന്നു. പശ്ചിമ ബംഗാളിലെ ഗവർണർ ആയിരുന്നു കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നമ്മൾ തിരിച്ച് നമുക്ക് അപ്പോയിന്റ്മെന്റിലേക്ക് വരാം. നമ്മൾ നോക്കിയത് ഇതുവരെ നിയമ സെക്രട്ടറിയെ നോക്കി, അഞ്ജു, രതി, റാണ. പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിമാരെ നോക്കി, PK മിശ്രയും ശക്തികാന്ത ദാസും. അപ്പോൾ ഇനി നമ്മൾ കേന്ദ്ര സർക്കാരിന് ഈ ഇടയ്ക്ക് നടത്തിയ ചില അപ്പോയിന്റ്മെന്റുകളുണ്ട്. അതിന് ചില പ്രാധാന്യവുമുണ്ട്. എന്താണ്? മിക്കവാറും പേരുകളെല്ലാം സഞ്ജയ്, സഞ്ജീവ്, സഞ്ജയ് ഈ രീതിയിൽ വരുന്ന പേരുകളാണ്. അപ്പോൾ നമുക്ക് അതൊന്ന് നോക്കിയിട്ട് പോയാലോ. ആദ്യമായിട്ട് പറയുന്നത് RBI. നിലവിലെ RBI ഗവർണർ ആരാണ്? നിലവിലെ RBI ഗവർണർ സഞ്ജയ് മൽഹോത്രയാണ്. സഞ്ജയ് മൽഹോത്ര. സഞ്ജയ് മൽഹോത്രയാണ് നിലവിലെ RBI ഗവർണർ. RBI ഗവർണർ ആകുന്ന എത്രാമത്തെ വ്യക്തിയാണ് അദ്ദേഹം? 26ാമത്തെ വ്യക്തിയാണ് അദ്ദേഹം. RBIയുടെ ഗവർണർ ആകുന്ന 26ാമത്തെ വ്യക്തിയാണ് അദ്ദേഹം. എന്നാൽ നമുക്ക് പുറകോട്ടൊന്ന് സഞ്ചരിച്ചാലോ. 25ാമത്തെ ഗവർണറാണ് ശക്തികാന്ത ദാസ്. 25 ശക്തികാന്ത ദാസ്. ഇനി 24 ഊർജിത് പട്ടേൽ. 24ാമത്തെ ആള് ഊർജിത് പട്ടേൽ. 23ാമത്തെ ആള് രഘുറാം രാജൻ. രഘുറാം രാജൻ. ശക്തികാന്ത ദാസ് ആണ് നിലവിൽ പ്രിൻസിപ്പൽ സെക്രട്ടറി. ഇനി ഊർജിത് പട്ടേലിലേക്ക് തിരിച്ചു വരുമ്പോൾ ഇദ്ദേഹത്തിന്റെ കാലത്ത് നമ്മൾ ഓർത്തു വെക്കേണ്ടതാണ് 2016 നവംബർ 8 എന്ന തീയതി. 2016 നവംബർ 8ന്റെ പ്രാധാന്യം എന്താണ്? 2016 നവംബർ 8നാണ് ഇന്ത്യയിൽ 500 രൂപ, 1000 രൂപ നോട്ടുകൾ നിരോധിച്ചത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇന്ത്യയിൽ 500 രൂപ, 1000 രൂപ നോട്ടുകൾ നിരോധിച്ചത് 2016 നവംബർ 8നാണ്. അന്ന് നമുക്കറിയാം RBI ഗവർണർ ഊർജിത് പട്ടേൽ, ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്ര മോദിയാണ്. ഇന്ത്യയുടെ പ്രസിഡന്റ് നോക്കിക്കഴിഞ്ഞാൽ അന്ന് പ്രണവ് മുഖർജി ആയിരുന്നു. ഇന്ത്യയുടെ രാഷ്ട്രപതി പ്രണവ് മുഖർജി ആയിരുന്നു എന്നുകൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി 2016 നവംബർ 8 രാത്രി 8 മണിക്കാണ് പ്രധാനമന്ത്രി പ്രഖ്യാപനം നടത്തുന്നത്. അപ്പോൾ ഈ നിയമം, അതായത് 500 രൂപ, 1000 രൂപ നോട്ട് നിരോധിച്ചത് നടപ്പിലാക്കിയത് എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസം 2016 നവംബർ 9. 2016 നവംബർ 9 മുതലാണ് ഈ നോട്ടിന് പ്രാബല്യം ഇല്ലാതായതെന്ന് കൂടി ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞത് RBIയുടെ 26ാമത്തെ ഗവർണറാണ് സഞ്ജയ് മൽഹോത്ര. ഇനി RBIയുടെ ഒരു ചരിത്രത്തിലേക്ക് പോയി കഴിഞ്ഞാൽ 1935 ഏപ്രിൽ 1നാണ് RBI രൂപീകരിക്കുന്നത്. RBI രൂപീകരിക്കുന്നത് അന്ന് ആസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ കൊൽക്കത്തയാണ്. പിന്നീട് 1937 അത് മുംബൈയിലേക്ക് ആസ്ഥാനം മാറ്റിയത്. അപ്പൊ നിലവിൽ RBIയുടെ ആസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ മുംബൈ ആണ്. 1937 മുംബൈ ആസ്ഥാനമായത്. പിന്നെ 1949 ജനുവരി 1ന്റെ പ്രാധാന്യം എന്താണ്? അന്നാണ് RBIയെ നാഷണലൈസ് ചെയ്തത്. RBI അതായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ നാഷണലൈസ് ചെയ്തത് ചോദിച്ചു കഴിഞ്ഞാൽ 1949 ജനുവരി 1. അപ്പൊ നമ്മൾ 26 വരെയുള്ള ഗവർണർമാരെ നോക്കി. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ RBI ഗവർണർ ആരാണ്? അത് ഓസ്ബോൺ സ്മിത്ത് ആണ്. ആദ്യത്തെ RBI ഗവർണർ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഓസ്ബോൺ സ്മിത്ത് ആണ്.
എന്നാൽ RBIയുടെ നോട്ടിൽ ഒപ്പിട്ട ആദ്യ ഗവർണർ ചോദിച്ചാലോ, അത് ജെയിംസ് ടെയ്ലർ ആണ്. രണ്ടാമത്തെ ആളായ ജെയിംസ് ടെയ്ലർ ആണ് RBIയുടെ നോട്ടിൽ ഒപ്പിട്ട ആദ്യ RBI ഗവർണർ. അതേസമയം RBIയുടെ ഗവർണറായ ആദ്യ ഇന്ത്യക്കാരൻ ചോദിച്ചു കഴിഞ്ഞാൽ CD ദേശ്മുഖ് ആണ്. RBIയുടെ ഗവർണറായ ആദ്യ ഇന്ത്യക്കാരനെ ചോദിച്ചു കഴിഞ്ഞാൽ CD ദേശ്മുഖ് ആണ്. അപ്പൊ നമ്മൾ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന ഒരു സഞ്ജയ് മാറിക്കഴിഞ്ഞു. RBIയുടെ ഗവർണർ സഞ്ജയ് മൽഹോത്ര. അടുത്ത ആള് ഇന്ത്യയുടെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആണ് സഞ്ജീവ് ഖന്ന. സഞ്ജീവ് ഖന്ന ഇദ്ദേഹം നമുക്കറിയാം സുപ്രീം കോടതിയുടെ 51ാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ് സഞ്ജീവ് ഖന്ന. 51ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. അതേസമയം 50ാമത്തെ വ്യക്തിയാണ് DY ചന്ദ്രചൂഡ്. 50ാമത്തെ വ്യക്തി DY ചന്ദ്രചൂഡ്, ധനഞ്ജയ യശ്വന്ത് ചന്ദ്രചൂഡ്. എന്നാൽ ഇന്ത്യൻ സുപ്രീം കോടതിയുടെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ചോദിച്ചു കഴിഞ്ഞാൽ അത് HJ ഖനിയയാണ്. HJ ഖനിയ. ഇന്ത്യൻ സുപ്രീം കോടതിയുടെ ആദ്യ ചീഫ് ജസ്റ്റിസ് ചോദിച്ചു കഴിഞ്ഞാൽ HJ ഖനിയ. സഞ്ജീവ് ഖന്ന 51ാമത്തെയും നിലവിലെയും ചീഫ് ജസ്റ്റിസ് ആണെന്ന് ഓർത്തു വെക്കുക. നമുക്കറിയാം നമ്മുടെ സുപ്രീം കോടതി സ്ഥാപിതമായത് 1950 ജനുവരി 26-നാണ്. അതേസമയം അതിന്റെ ആദ്യത്തെ യോഗം അല്ലെങ്കിൽ ആദ്യത്തെ സിറ്റിംഗ് നടന്നത് 1950 ജനുവരി 28-നാണെന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി ഇവിടെ ഈ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസുമാരെ പഠിക്കുമ്പോൾ നമ്മൾ ഏറ്റവും പ്രാധാന്യത്തോടെ പഠിക്കേണ്ട ഒരു വ്യക്തിയാണ് 44ാമത്തെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ്. ഇതിന്റെ കാരണം എന്താണ്? നമ്മുടെ ഒരു മുൻ ക്ലാസ്സിൽ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത് ജസ്റ്റിസ് ജഗദീഷ് സിംഗ് കേഹാർ ആണ്. ജഗദീഷ് സിംഗ് കേദാർ ആണ് 44ാമത്തെ ചീഫ് ജസ്റ്റിസ്. ഇദ്ദേഹത്തിന്റെ പ്രാധാന്യം എന്താണ്? സിഖ് വിഭാഗത്തിൽ നിന്നുള്ള ആദ്യത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ജഗദീഷ് സിംഗ് കേഹാർ. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആകുന്ന സിഖ് വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ വ്യക്തി. അതേസമയം നമുക്കറിയാം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആകുന്ന ആദ്യ ദളിത് വിഭാഗത്തിൽ നിന്നുള്ള ആള് ചോദിച്ചു കഴിഞ്ഞാൽ അത് KG ബാലകൃഷ്ണനാണ്. KG ബാലകൃഷ്ണൻ. അദ്ദേഹം പിന്നീട് മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാനായ കാര്യമൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. മലയാളി കൂടിയാണെന്നും നമുക്ക് അറിയാം. അപ്പോൾ 44ാമത്തെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആണ് ജഗദീഷ് സിംഗ് കേഹാർ. ഇദ്ദേഹത്തിന്റെ പ്രാധാന്യം 2025 പത്മവിഭൂഷൺ നൽകി രാജ്യം ആദരിച്ചു. 2025 പത്മവിഭൂഷൺ നൽകി രാജ്യം ആദരിച്ച വ്യക്തിയാണ് ഇദ്ദേഹം. ഒന്നുകൂടി ഒന്ന് ഓർത്തു വെക്കുന്നത് നല്ലതായിരിക്കും. അപ്പൊ നമ്മൾ RBI ഗവർണർ കണ്ടു സഞ്ജയ് മൽഹോത്ര. അതിനുശേഷം സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിനെ കണ്ടു സഞ്ജീവ് ഖന്ന. അടുത്ത് നമ്മൾ കാണുന്നത് ഇന്ത്യയുടെ CAG കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. ആ C ഒന്ന് സൂക്ഷിച്ച് പഠിക്കുക. കൺട്രോളർ അല്ല, കംട്രോളർ. കംട്രോളർ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. ഇദ്ദേഹത്തെയാണ് ഇന്ത്യയുടെ പൊതുഖജനാവിന്റെ കാവൽക്കാരൻ, ഇന്ത്യൻ പൊതുഖജനാവിന്റെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത്. അല്ലെങ്കിൽ ഇന്ത്യയുടെ ഓഡിറ്റ്, ഇന്ത്യയുടെ മുഴുവൻ ഓഡിറ്റ് നടത്തുന്നത് ചോദിച്ചു കഴിഞ്ഞാലും CAG ആണ്, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. ഇതൊരു ഭരണഘടനാ സ്ഥാപനമാണെന്ന് നമുക്കറിയാം. ആർട്ടിക്കിൾ 148 പ്രകാരമാണ് സ്ഥാപിതമായത്. അപ്പോൾ CAG വേണമെന്ന് പറയുന്നത് ആർട്ടിക്കിൾ 148-ലാണ്. എന്നാൽ സുപ്രീം കോടതി വേണമെന്ന് പറയുന്നത് ആർട്ടിക്കിൾ 124-ലാണ്. ഇന്ത്യക്ക് ഒരു സുപ്രീം കോടതി ഉണ്ടായിരിക്കണം എന്ന് പറയുന്ന ആർട്ടിക്കിൾ ചോദിച്ചാൽ 124. CAG കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ചോദിച്ചു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 148 ആണ്. ഇനി നമ്മുടെ ചോദ്യം എന്താണ്? നിലവിലെ CAG ആരാണ്? നിലവിലെ CAG സഞ്ജയ് മൂർത്തിയാണ്. നിലവിലെ CAG സഞ്ജയ് മൂർത്തി. അപ്പൊ നിലവിലെ CAG ആണ് സഞ്ജയ് മൂർത്തി എന്നുകൂടി മനസ്സിലാക്കി വെക്കുന്നത് നല്ലതായിരിക്കും. ഇദ്ദേഹം 15ാമത്തെ CAG ആണ്. ഇന്ത്യയുടെ CAG ആകുന്ന 15ാമത്തെ വ്യക്തിയാണ് സഞ്ജയ് മൂർത്തി. അതേസമയം 14ാമത്തെ ആള് ചോദിച്ചു കഴിഞ്ഞാൽ ഗിരീഷ് ചന്ദ്ര മുർമു. തൊട്ട് മുമ്പുള്ള ആള് ഗിരീഷ് ചന്ദ്ര മുർമു. എന്നാൽ ഇന്ത്യയിലെ ആദ്യത്തെ CAG ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ V നരഹരി റാവു. ഇന്ത്യയിലെ ആദ്യത്തെ CAG V നരഹരി റാവു ആണ് ഇന്ത്യയിലെ ആദ്യത്തെ CAG. അപ്പൊ നിലവിലെ CAG ആണ് സഞ്ജയ് മൂർത്തി. അടുത്ത് നമ്മൾ കാണുന്നത് എസ്റ്റിമേറ്റ്സ് കമ്മിറ്റി. എസ്റ്റിമേറ്റ്സ് കമ്മിറ്റി ഒരു പാർലമെന്ററി കമ്മിറ്റിയാണ്. എസ്റ്റിമേറ്റ്സ് കമ്മിറ്റി നമുക്കറിയാം ഇതിനകത്ത് 30 അംഗങ്ങളുള്ള ഒരു കമ്മിറ്റിയാണ് എസ്റ്റിമേറ്റ്സ് കമ്മിറ്റി.
ഈ കമ്മിറ്റിയിൽ ഈ 30 അംഗങ്ങളും എവിടെ നിന്നുള്ള അംഗങ്ങളാണ്? ലോക്സഭയിൽ നിന്നുള്ള അംഗങ്ങളാണ്. അപ്പൊ ലോക്സഭയിൽ നിന്ന് മാത്രം അംഗങ്ങളുള്ള ഒരു പാർലമെന്ററി കമ്മിറ്റിയാണ് എസ്റ്റിമേറ്റ്സ് കമ്മിറ്റി. ഇതിലാകെ 30 അംഗങ്ങളാണുള്ളത്. ഈ 30 അംഗങ്ങളും ലോക്സഭയിൽ നിന്ന് ഉള്ളതാണ്. ഈ എസ്റ്റിമേറ്റ്സ് കമ്മിറ്റിയുടെ നിലവിലെ അധ്യക്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് സഞ്ജയ് ജയ്സ്വാൾ ആണ്. സഞ്ജയ് ജയ്സ്വാൾ. അപ്പൊ എസ്റ്റിമേറ്റ്സ് കമ്മിറ്റിയുടെ അധ്യക്ഷനെ ചോദിച്ചു കഴിഞ്ഞാൽ സഞ്ജയ് ജയ്സ്വാൾ ആണെന്ന് കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇതൊരു പാർലമെന്ററി കമ്മിറ്റിയാണ്. അടുത്ത നമ്മൾ പറയുന്നത് GST അപ്പലേറ്റ് ട്രൈബ്യൂണലിന്റെ അധ്യക്ഷൻ. നിലവിൽ GST ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് അതിന്റെ പരാതികളും മറ്റും പരിഹരിക്കാനുള്ള ഒരു ട്രിബ്യൂണലാണ് GST അപ്പലേറ്റ് ട്രിബ്യൂണൽ. ഇതിന്റെ അധ്യക്ഷൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സഞ്ജയ് കുമാർ മിശ്രയാണ്. അപ്പൊ GST അപ്പലേറ്റ് ട്രൈബ്യൂണലിന്റെ അധ്യക്ഷനെ ചോദിച്ചു കഴിഞ്ഞാൽ സഞ്ജയ് കുമാർ മിശ്രയാണെന്ന് കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക. സഞ്ജയ് കുമാർ മിശ്ര. അപ്പൊ ഈ സഞ്ജയുമായിട്ട് ബന്ധപ്പെടുത്തി ഈ കാര്യങ്ങൾ നമുക്ക് ഒന്നുകൂടെ ഒന്ന് ജസ്റ്റ് പറഞ്ഞു പോയാലോ. RBIയുടെ നിലവിലെ ഗവർണറാണ് നമുക്കറിയാം സഞ്ജയ് മൽഹോത്ര. RBIയുടെ ഗവർണർ സഞ്ജയ് മൽഹോത്ര. ഇന്ത്യയുടെ നിലവിലെ ചീഫ് ജസ്റ്റിസ് ചോദിച്ചു കഴിഞ്ഞാൽ സഞ്ജീവ് ഖന്ന. നിലവിലെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ CAG ചോദിച്ചു കഴിഞ്ഞാൽ സഞ്ജയ് മൂർത്തി. എസ്റ്റിമേറ്റ്സ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ സഞ്ജയ് ജയ്സ്വാൾ. GST അപ്പലേറ്റ് ട്രൈബ്യൂണലിന്റെ അധ്യക്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ സഞ്ജയ് കുമാർ മിശ്ര. സഞ്ജയ് കുമാർ മിശ്ര. അപ്പൊ ഈ 5 എണ്ണവും തെറ്റാത്ത രീതിയിൽ ഇതൊന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതായിരിക്കും. അപ്പൊ നമ്മൾ ഈ ഒരു സെഷനിൽ ഇപ്പൊ കണ്ടത് ഇന്ത്യയിൽ ഈയിടെ നടത്തിയ പുതിയ ചില അപ്പോയിന്റ്മെന്റുകളാണ്. ഒരു കാര്യം കൂടി പഠിച്ചിട്ട് നമുക്ക് ഈ അപ്പോയിന്റ്മെന്റിന്റെ സെഷൻ ഇവിടെ അവസാനിപ്പിക്കാം. ഒരു കാര്യം കൂടി പഠിച്ചിട്ട് നമുക്ക് ഈ അപ്പോയിന്റ്മെന്റിന്റെ സെഷൻ ഇവിടെ അവസാനിപ്പിക്കാം. ആരാണ് നിലവിൽ സെബിയുടെ അധ്യക്ഷൻ? നിലവിൽ സെബിയുടെ അധ്യക്ഷൻ ആരാണ്? സെബി എന്ന് പറഞ്ഞാൽ SEBI സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. സെബി സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. സെബിയുടെ അധ്യക്ഷൻ ആരാണ്? തുഹിൻ കാന്ത പാണ്ഡെ. തുഹിൻ കാന്ത പാണ്ഡെയാണ് നിലവിൽ സെബിയുടെ അധ്യക്ഷൻ. ഇനി എന്താണ് സെബി? സെബി എന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയാണ് സെബി എന്ന് കൂടി മനസ്സിലാക്കി വെക്കുന്നത് നല്ലതായിരിക്കും. അപ്പൊ നമ്മൾ ഇതുവരെ കണ്ടത് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ നിയമ സെക്രട്ടറി ചോദിച്ചു കഴിഞ്ഞാൽ അഞ്ജു രതി റാണ. അഞ്ജു രതി റാണ. അപ്പൊ നിലവിലെ നിയമ സെക്രട്ടറി ചോദിച്ചാലും അഞ്ജു രതി റാണ. പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിമാരെ ചോദിച്ചു കഴിഞ്ഞാൽ PK മിശ്രയും ശക്തികാന്ത ദാസും. പിന്നെ നമ്മൾ കണ്ടത് അതിന്റെ കൂട്ടത്തിൽ നിയമമന്ത്രിയെ നമ്മൾ കണ്ടു അർജുൻ റാം മേഘ്വാൾ. പിന്നെ ക്യാബിനറ്റ് സെക്രട്ടറി TV സോമനാഥ്. വിദേശകാര്യ സെക്രട്ടറി ചോദിച്ചു കഴിഞ്ഞാൽ വിക്രം മിശ്രി. പിന്നെ നമ്മൾ സഞ്ജയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ആ ഒരു ഏരിയ കൂടി കവർ ചെയ്തിട്ടുണ്ട്.